എന്നിട്ട് പിന്നീട് എന്ത് സംഭവിച്ചു? പിന്നീട് എന്താണ് ഉണ്ടായെന്ന് വെച്ചാല് എൻ്റെ കിളി പോയി സാറേ. ഹായ്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ഇതുണ്ടാക്കുന്ന സമയം കുറച്ച് നേരം അങ്ങനെ തന്നെയാണ് നിന്നത്, കിളി പോയാണ് നിന്നത്. സംഭവം എന്തെന്ന് വെച്ചാൽ ഞാൻ ആദ്യമായിട്ട് ബ്രെഡ് മസാല ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. യൂട്യൂബിലൊക്കെ നോക്കിയപ്പോൾ സംഭവം ഭയങ്കര സിമ്പിളായിരുന്നു. അങ്ങനെ ഭയങ്കര ആത്മവിശ്വാസത്തോടെ തുടങ്ങിയ സംഭവമായിരുന്നു. വേറെ കുഴപ്പമൊന്നുമില്ല, എല്ലാം ഓക്കെ ആയിരുന്നു. പക്ഷേ ബ്രെഡ് ഞാൻ മുറിച്ചെടുത്ത് കട്ട് ചെയ്തത് കുറച്ച് വലിയ പീസായിപ്പോയി. അത് മാത്രമേ പാളിപ്പോയുള്ളൂ. പക്ഷേ സംഭവം ഓക്കെ ആയിരുന്നു. പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. നമുക്ക് ആവശ്യമുള്ള ബ്രെഡ് രണ്ട് സൈഡും നല്ലപോലെ മുറിച്ചെടുത്ത് കട്ട് ചെയ്ത് ചെറിയ പീസാക്കി വയ്ക്കുക. പിന്നെ അതിലേക്ക് ഒരു മുട്ട, 1 2 3 മുട്ട ചിക്കി പൊരിച്ചെടുത്ത് വയ്ക്കുക. പിന്നെ കുറച്ച് ബട്ടർ ഒഴിച്ച് ചെറുതാക്കി വെച്ച സവാളയും ക്യാപ്സിക്കവും തക്കാളിയും ഇട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം പൊടികളും ഉപ്പും മുളക് പൊടി, ഞാൻ ഉപയോഗിക്കുന്ന കാശ്മീരിയാണ്, അതാവുമ്പം കളറേ കാണത്തുള്ളൂ, അധികം എരി കാണത്തില്ല. പിന്നെ കുറച്ച് മല്ലിപ്പൊടിയും കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. കുറച്ച് വെള്ളവും കൂടെ ആഡ് ചെയ്യുക. അതിലേക്ക് കുറച്ച് സോസും നമ്മൾ ചിക്കി പൊരിച്ച് വെച്ചേക്കുന്ന മുട്ടയും കൂടി ഇട്ട് കഴിഞ്ഞാൽ സംഭവം ഓക്കെ ആയി. പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ആ ബ്രെഡും കൂടി ഇട്ടൊന്ന് ഇളക്കിയെടുക്കുക. ആ ഭാഗത്താണ് എനിക്കൊരു തെറ്റ് പറ്റിയത്. ഞാൻ പറഞ്ഞില്ല, ഞാൻ ബ്രെഡ് കട്ട് ചെയ്തെടുത്തപ്പം വലിയ പീസായിപ്പോയി. പക്ഷേ സംഭവം ഉള്ളായിരുന്നു, അടിപൊളിയായിരുന്നു.